പേടിയുണ്ടോ? ഒരു കുളി കഴിയുമ്പോൾ ഇത് പോവും. അതിനെല്ലാം കൂടെ 47 യൂറോ ആയി. ഇപ്പം പാർക്കിങ്ങിൻ്റെ ടൈം ഓൾറെഡി 5 മിനിറ്റ് കഴിഞ്ഞു. വല്ല ടിക്കറ്റും കിട്ടിയിട്ടുണ്ടോയെന്ന് അറിയത്തില്ല. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനും എൻ്റെ മോളും കൂടെ അവളുടെ മുടി വെട്ടാൻ വേണ്ടി പോവാണ്. 2 ആഴ്ച മുമ്പേ വിളിച്ച് ഒരു അപ്പോയിൻമെന്റ് എടുത്തപ്പോൾ ഇന്നാണ് കിട്ടിയത്. 10 മണിക്കാണ് അപ്പോയിൻമെന്റ് എടുത്തേക്കുന്നത്. ഇപ്പോൾ 9:50 അപ്പം ഞാൻ ഇവിടെ ഒരു പാർക്കിംഗ് ലോട്ടുണ്ട്, അവിടെ പോയി പാർക്ക് ചെയ്തിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകാൻ. ഇതാണ് ഇവിടുത്തെ മെഷീൻ, പാർക്കിംഗ് ടിക്കറ്റ് എടുക്കുന്നത്. ഇവിടെ അരമണിക്കൂർ ഫ്രീ ആണ്, പക്ഷെ അത് കഴിഞ്ഞ് ആദ്യത്തെ അരമണിക്കൂറിന് 80 സെന്റാണ്. പിന്നെയുള്ള ഓരോ മണിക്കൂറിനും പൈസ കൂടിക്കൊണ്ടിരിക്കും. അത് എത്രയാണെന്ന് അവരവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് ലേറ്റ് ആവുകയാണെങ്കിൽ ഒരു ആപ്പ് ഉണ്ട്, പേ ബൈ ഫോൺ എന്ന് പറഞ്ഞിട്ട്. അതുവഴി നമുക്ക് ടിക്കറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ കാറിനകത്ത് ഫ്രണ്ട് ഗ്ലാസിൻ്റെ അവിടെ ആയിട്ട് ടിക്കറ്റ് കൺട്രോൾ ചെയ്യാൻ വരുന്നവർക്ക് കാണാവുന്ന രീതിയിൽ തന്നെ വെക്കണം. എക്സൈറ്റഡ് ആണോ അമ്മു? അപ്പം ഞങ്ങൾക്ക് ഇനിയും ഒരു 100 മീറ്റർ അങ്ങോട്ട് നടക്കാനുണ്ട്. കാരണം അവിടെ എങ്ങും സ്ട്രീറ്റിൽ പാർക്കിംഗ് ഇല്ല. പാർക്കിംഗ് കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പം ഞങ്ങളിപ്പം അങ്ങോട്ട് നടന്നു പോവുകയാണേ. ഇവിടെ പിന്നെ ഉണ്ടല്ലോ, നമുക്ക് 10 മണിയെന്ന് പറഞ്ഞാൽ 10 മണിക്ക് തന്നെ ചെല്ലണം. ഏത് അപ്പോയിൻമെൻ്റ് ആണെങ്കിലും കറക്റ്റ് ടൈം ഇവിടെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇതാണ് ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ. ഇതൊരു ഐസ്ക്രീം പാർലറാണ്, പക്ഷേ ഇപ്പം വിൻ്റർ ആയതുകൊണ്ട് അത് തുറന്നിട്ടില്ല. ഇനി ഒരു കുറച്ചും കൂടെ ഉള്ളു നടക്കാൻ. അങ്ങനെ നമ്മൾ അവിടെ എത്തിയിരിക്കുകയാണ് ഗൈസ്. എന്നാൽ നമുക്ക് അകത്തോട്ട് പോയാലോ? കണ്ടിട്ട് വലിയ തിരക്കുണ്ടെന്ന് തോന്നുന്നില്ല. ആദ്യം മുടി കഴുകുകയാണ്. പേടിയുണ്ടോ? പേടിയുണ്ടോ? കുറച്ചോ? ആദ്യം തന്നെ അവർ ഷാമ്പുവും കണ്ടീഷണറൊക്കെ ഇട്ട് മുടി നന്നായി കഴുകിയെടുത്തു കേട്ടോ. ഞാൻ ഇതിനു മുമ്പും മോടെ മുടി വെട്ടിക്കാൻ വേണ്ടി ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് വിത്ത് ഹെയർ വാഷ് എടുക്കുന്നത്. അവൾക്കും അത് നന്നായി ഇഷ്ടപ്പെട്ടു. മുടിയൊക്കെ കഴുകിയതിന് ശേഷം മുടിയിലെ വെള്ളമൊക്കെ ഒന്ന് നന്നായി തോർത്തി കളഞ്ഞിട്ട് വേറൊരു ചെയറിലോട്ട് അവളെ കൊണ്ടിരുത്തി. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ കാര്യങ്ങളും ഇങ്ങനെ ചെയ്യുന്നത് കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ നല്ല രസമായിരുന്നു. മുടിയുടെ നീളം അധികം കുറയ്ക്കാതെ അറ്റം മാത്രം വെട്ടിയാൽ മതിയെന്ന് ആദ്യം തന്നെ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരെന്താണെന്നോ ചോദിച്ചത്. മുടിയുടെ ഫ്രണ്ടിൽ അവൾക്ക് ഓൾറെഡി ബാങ്ക്സ് ഉണ്ടായിരുന്നു. അവർ ചോദിച്ചത് നീ തന്നെയാണോ വെട്ടിയെന്ന്. അന്നേരം അവൾ പറഞ്ഞ അല്ല, എനിക്ക് പപ്പ വെട്ടി തന്നാണെന്ന്. അത് കേട്ടതും അവർ ചിരിച്ചു. അങ്ങനെ മുടിയൊക്കെ വെട്ടിയതിന് ശേഷം മുടിയൊന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ടാണ് ഈ ഹെൽമെറ്റ് പോലുള്ള സാധനം വെച്ചേക്കുന്നത്. നല്ലതാണോ? ചൂടുണ്ടോ? ചൂടാക്കുവാണോ? സ്ട്രേറ്റ് ചെയ്യും. മുടി വെട്ടിക്കഴിഞ്ഞതിന് ശേഷം അവരവളോട് ചോദിച്ചു മുടി സ്ട്രെയിറ്റ് ചെയ്യണോ അതോ വേവി ആക്കി ഇട്ടാൽ മതിയോ എന്ന്. അന്നേരം അവൾ പറഞ്ഞു മുടി സ്ട്രെയിറ്റ് ചെയ്താൽ മതിയെന്ന്. അപ്പോൾ ഇനി മുടി സ്ട്രെയിറ്റ് ചെയ്യുന്ന പരിപാടിയിലേക്ക് കടക്കുകയാണ്. അച്ഛനെ പോലെയാണ്. സ്ട്രെയിറ്റ് ചെയ്യുക. നല്ല ചൂട് വരുന്നുണ്ട് അതിന് പോകാൻ. ബാർ സാലൂൺ എന്ന് എഴുതി വെച്ചിരിക്കുന്ന കണ്ടോ? അതിൻ്റെ അർത്ഥം ഇവിടെ കാർഡ് വെച്ചിട്ട് പേ ചെയ്യാൻ പറ്റത്തില്ല, നമ്മൾ പൈസയായിട്ട് തന്നെ കൊടുക്കണം.
പൊതുവെ ഇവിടെ എല്ലാ കടകളിലും കാർഡും കൊണ്ട് പേ ചെയ്യുന്നതുകൊണ്ട് കയ്യിലധികം പൈസ വെക്കാറില്ല. പക്ഷെ ഇവിടെ നേരത്തെ വന്നിട്ടുള്ളതായതുകൊണ്ട് എനിക്കറിയാം ഇവിടെ കാർഡ് എടുക്കില്ല എന്ന്. കുറച്ചും കൂടെ കുറയ്ക്കണോ അതോ ഇത് മതിയോ? മതിയോ? എങ്ങനെയുണ്ട്? നല്ലതാണോ? ഇങ്ങനെ ചിരിക്കാതെ പല്ല് കാണിക്കണേ. തിരിഞ്ഞ് 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 തിരിഞ്ഞ്. വാവ്, സൂപ്പർ. ഗൈസ്, അങ്ങനെ മുടി വെട്ടി നോക്ക്, നല്ല സോഫ്റ്റായി മുടി. അവരൊന്ന് സ്ട്രെയിറ്റ് ചെയ്തു. നല്ല രസമുണ്ട്. ബാങ്ക്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഒരു കുളി കഴിയുമ്പോൾ ഇത് പോവും. ഞാൻ വിചാരിച്ചു മുടി കഴുകിയിട്ട് ചെയ്യുന്നതാണല്ലോ നല്ലത്. അത് കഴിഞ്ഞ് സ്ട്രെയിറ്റ് ചെയ്തു. അതിനെല്ലാം കൂടെ 47 യൂറോ ആയി. അപ്പോൾ എൻ്റെ ഇനി പൈസ അധികം കയ്യിൽ ക്യാഷായിട്ടില്ല. അപ്പം ഞാൻ പോയിട്ട് ഇപ്പം ഇനി ഓട്ടോമാറ്റിൽ നിന്ന് കുറച്ച് പൈസയും കൂടെ എടുത്തിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോവാം. അങ്ങനെ ഞങ്ങൾ പൈസയൊക്കെ എടുത്തിട്ട് ഇനിയും തിരിച്ച് ഞങ്ങളുടെ പാർക്കിങ്ങിലോട്ട് പോവുകയാണ്. ഇപ്പം പാർക്കിങ്ങിൻ്റെ ടൈം ഓൾറെഡി കഴിഞ്ഞു. 5 മിനിറ്റ് കഴിഞ്ഞു. വല്ല ടിക്കറ്റും കിട്ടിയിട്ടുണ്ടോയെന്ന് അറിയത്തില്ല. വേഗം പോവാം. ഇവിടെ എപ്പോഴും ഇങ്ങനെ ഇൻസ്പെക്ഷൻ ആൾ വരും ടിക്കറ്റ് കൺട്രോൾ ചെയ്യാൻ. എല്ലാ കാറിലും വന്ന് നോക്കാറുണ്ട് പൊതുവെ. അപ്പം നമുക്ക് വേഗം പോവാം. എന്തായാലും ഭാഗ്യത്തിന് ടിക്കറ്റൊന്നും കിട്ടിയില്ല, അതുകൊണ്ട് രക്ഷപ്പെട്ടു. ഗൈസ്, ആ കാറിനകത്ത് കണ്ടില്ലേ പുറകിലൊരു പട്ടിയുണ്ട്. നിങ്ങൾക്ക് കാണാമോന്ന് അറിയത്തില്ല. ഇവിടെ ഉള്ളവരിങ്ങനെയാണ് നോർമലി കാറിൻ്റെ പുറകിൽ ഡിക്കിയുടെ അവിടെ ഇങ്ങനെ പട്ടിയെ കൊണ്ട് പോകുന്നുണ്ട്. ആ പട്ടി ഇങ്ങോട്ട് പിന്നെ വരും. അതിൻ്റെ മുഖം ഇങ്ങോട്ട് വെക്കുന്നു. ഇനി നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.